ചിലപ്പോൾ ഒരു ഗവൺമെന്റ് പ്രശ്നങ്ങളോട് എങ്ങനെയാണ് നിലപാടെടുക്കുന്നത് എന്നതനുസരിച്ച് നമുക്ക് അഡ്മിനിസ്ട്രേഷനെ വിലയിരുത്താൻ കഴിയും. UDFന്റെ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് കോൺഗ്രസ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ ഫ്രിഡ്ജൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം, അത് ഓഫ് ചെയ്തിടണം എന്നൊക്കെ. അദ്ദേഹം പ്രശ്നം പരിഹരിക്കാനല്ല നോക്കുന്നത്, സർക്കാരിന്റെ പരാജയവുമായി, അതായത് സർക്കാരിന്റെ ഫെയിലിയറുമായി പൊരുത്തപ്പെട്ട് അങ്ങ് ജീവിച്ചോളണം. അതാണ് ഈ ഉപദേശം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടാകുമായിരിക്കും, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല. അത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ജനങ്ങളെ ഉപദേശിച്ചു നേരെയാക്കാൻ നോക്കുകയാണ്. ഇത് ജനങ്ങളെ ആക്ഷേപിക്കലാണ്. ജനങ്ങളുടെ ഏജൻസിയെ അഥവാ കർത്തൃത്വത്തെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയാണിത്. മഴക്കാലത്ത് നിങ്ങളുടെ വീടിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണെങ്കിൽ റൂഫ് നേരെയാക്കാൻ വന്ന കോൺട്രാക്ടർ അത് ഫിക്സ് ചെയ്യുന്നതിന് പകരം ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ബക്കറ്റുകൾ വയ്ക്കാൻ പറഞ്ഞാൽ അതുപോലെയാണിത്. വീട്ടിൽ രാത്രി ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ കുട്ടികളുടെ പഠന സമയത്തെ ബാധിക്കും എന്ന കാര്യം ഒരു ജനകീയ പ്രസ്ഥാനത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിലെ മന്ത്രിമാർ ആ പ്രശ്നത്തെ പരിഹരിക്കാനാണ് നോക്കുന്നത്, അല്ലാതെ ജനങ്ങളെ ഉപദേശിക്കാൻ പോവുകയല്ല. വൈദ്യുതി ക്ഷാമം പോലുള്ള ഒരു പ്രശ്നം നേരിടുമ്പോൾ വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പഠിക്കൂ എന്ന് അവർ പറയില്ല. പകരം എല്ലാ വീട്ടിലും വൈദ്യുതി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത് നടപ്പിലാക്കാനാണ് നോക്കുക. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പവർ കട്ടില്ലാതെയായതും. അതുതന്നെയാണ് പാഠപുസ്തകങ്ങളുടെ കാര്യവും. സ്കൂളിൽ വേണ്ട സമയത്ത് പുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ കഴിയാഞ്ഞപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചോളാനാണ് പറയുന്നത്. ഞങ്ങളുടെ കയ്യിലാണ് പവർ, ഞങ്ങൾ തീരുമാനിക്കും കുട്ടികൾ എങ്ങനെ പഠിക്കണമെന്ന് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ LDF സർക്കാർ പാഠപുസ്തകങ്ങൾ നേരത്തെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്താണ് പൊതുവിദ്യാഭ്യാസം കൊണ്ടുപോകുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയം ഉൾപ്പെടെ എല്ലാ വലതുപക്ഷ രാഷ്ട്രീയങ്ങളും മുകളിൽ നിന്ന് താഴേക്ക് എന്ന മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. ആ മാതൃക ഇങ്ങനെയാണ്. നേതാക്കൾക്ക് എല്ലാം അറിയാം. ആളുകൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചിട്ട് പിന്നെ ജയിച്ചവരെ അനുസരിക്കുക. ഞങ്ങൾക്ക് എങ്ങനെ ഭരിക്കണമെന്ന് അറിയാം, ഞങ്ങളെ വിശ്വസിക്കൂ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ. ജനങ്ങളോട് പരോക്ഷമായി പറയുന്നത് ഇതാണ്. ജനങ്ങൾ കാഴ്ചക്കാരായാൽ മതി എന്ന് പങ്കാളികളാകണ്ട. ഇത് ജനസേവനമല്ല, ജനങ്ങളെ ആക്ഷേപിക്കലാണ്. വലതുപക്ഷ രാഷ്ട്രീയം പവറാണ് കാണുക. അറ്റ് ദ ടോപ്പ് ഫ്യൂ പവർഫുൾ പീപ്പിൾ, അറ്റ് ദ ബോട്ടം ആർ മില്യൺസ് ഹു ആർ എക്സ്പെക്ടഡ് ടു ഫോളോ. അതായത് ജനങ്ങൾ വിവരമില്ലാത്തവരാണ്, ഒന്നും അറിയാത്തവരാണ്, അതുകൊണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യണം, അതിനാണ് വോട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്ന്. കോൺഗ്രസിൽ തന്നെ ഈ പറയുന്ന നേതാക്കൾക്ക് മാത്രമേ ഏജൻസി ഉള്ളൂ എന്നും അതിൽ തന്നെ ഒരേ ഒരു ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ കഴിവ്, ഇങ്ങനെയൊക്കെ. ഈ വലതുപക്ഷ മനോഭാവമാണ് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റാത്തതും പൊങ്കാല കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞിട്ടും സിറ്റി ക്ലീൻ ചെയ്യാൻ സാധിക്കാത്തതും. ദേ ആർ നോട്ട് കേപ്പബിൾ. വലതുപക്ഷം വേണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അയ്യോ പാവം, ഞങ്ങൾ കല്ലിടാറല്ലേ ഉള്ളൂ, വീട് വെക്കാറില്ലല്ലോ. വീട് വെക്കാൻ കഴിവുമില്ല. രാജഭരണകാലത്ത് ജനങ്ങളുടെ ഇടയിൽ രാജാവ് ഒരു ദിവ്യ അധികാരമുള്ള ആളായിട്ടും ദൈവം ഭരിക്കാൻ തെരഞ്ഞെടുത്ത ആളായിട്ടുമാണ് കണക്കാക്കിയിരുന്നത്. ആളുകൾക്ക് യാതൊരു ഏജൻസിയും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരേ ഒരു പങ്ക് അനുസരണമായിരുന്നു. ആധുനിക വലതുപക്ഷ രാഷ്ട്രീയം പലപ്പോഴും അതേ യുക്തിയെ ഒരു പുതിയ രൂപത്തിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിന് പകരം അവർ പറയാതെ പറയുന്നത് ഇതാണ്: രാജ്യം എങ്ങനെ ഭരിക്കണമെന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടയിലുള്ള ചില ഫാമിലികൾക്കും മാത്രമേ അറിയൂ. എന്നിട്ട് ആളുകളെ വിശ്വസ്തരായി നിലനിർത്താൻ അവർ ആനുകൂല്യങ്ങളോ അനുഗ്രഹങ്ങളോ വിതരണം ചെയ്യും. ഈ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ സന്ദർഭമനുസരിച്ച് മരിച്ചാലും കണ്ടിന്യൂ ചെയ്യും. വിശ്വസ്തരായ പ്രജകൾക്ക് സമ്മാനങ്ങൾ നൽകുന്നൊരു രാജാവിനെ പോലെ. സാധാരണക്കാർക്ക് ഇല്ലാത്ത പ്രത്യേക കഴിവുകൾ ഒരു നേതാവിനുണ്ടെന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് അവർ മുഴുവൻ രാഷ്ട്രീയ പ്രചാരണങ്ങളും കെട്ടിപ്പടുത്തുന്നത്. ഉദാഹരണത്തിന് നരേന്ദ്രമോദിയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ആഖ്യാനം നോക്കുകയാണെങ്കിൽ സാധാരണ പൗരന്മാർക്ക് ഇല്ലാത്തതായി കരുതപ്പെടുന്ന അസാധാരണമായ കാഴ്ചപ്പാടും കഴിവും അദ്ദേഹത്തിനുണ്ടെന്നാണ് പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദേശം. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. ദശലക്ഷക്കണക്കിന് പൗരന്മാരോട് നിങ്ങൾക്കൊന്നും ചിന്തിക്കാനോ സംഘടിക്കാനോ കഴിയില്ലെന്ന് വേറൊരു വിധത്തിൽ പറയുന്നതാണിത്. പലതരത്തിലും ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് അവർ ജനങ്ങളെ പുകഴ്ത്തും, ജനങ്ങളാണ് എല്ലാം എന്ന് അവർ പറയും. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മെസ്സേജ് ഇങ്ങനെ മാറും: തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ ഒരു പ്രത്യേക കഴിവുള്ളവർ എടുക്കും. ആളുകൾ സ്വന്തം ജനാധിപത്യത്തിൽ തന്നെ കാഴ്ചക്കാരായി മാറുന്നു. ഒരു ടാങ്കിനുള്ളിൽ മാത്രം ജീവിക്കുന്ന മത്സ്യത്തിന് ഗ്ലാസ് മതിലുകൾ ഒരു പ്രകൃതിയുടെ ഭാഗമാണെന്ന് തോന്നാം. എന്നാൽ പുറത്തുള്ള ഒരാൾക്ക് അതൊരു പരിധിയാണെന്ന് വ്യക്തമായി അറിയാം. അതുപോലെ സമൂഹത്തിൽ സാധാരണയായി അംഗീകരിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളെ ഇടതു പ്രസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യും. ഈ അതിരുകൾ എന്തിന്? ആർക്കാണ് പ്രയോജനം? അവ മാറ്റാനാകുമോ എന്ന്. ഈ ചോദ്യം ചെയ്യലാണ് സമൂഹത്തിൽ രാഷ്ട്രീയ വ്യക്തത വളർത്തുന്നത്. അതിനാൽ വാക്കുകളിലല്ല ഇടതു നയങ്ങൾ, സിസ്റ്റത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ്.
ഒരു ജനാധിപത്യത്തിലെ യഥാർത്ഥ ചോദ്യം ഏത് നേതാവാണ് ഏറ്റവും ശക്തൻ എന്നതോ ഏത് പാർട്ടിയാണ് ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്നതോ അല്ല. യഥാർത്ഥ ചോദ്യം ലളിതമാണ്. ആരാണ് അധികാരം വഹിക്കുന്നത്? ജനങ്ങളോ ഭരണാധികാരികളോ? ചില സംവിധാനങ്ങളിൽ രാഷ്ട്രീയം ഒരു കൊട്ടാരം പോലെയാണ്. കുറച്ച് ആളുകൾ മുകളിലിരിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു, ബാക്കിയുള്ള സമൂഹം പൊരുത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം ഒരു കൊട്ടാരമല്ല, അതൊരു വർക്ക്ഷോപ്പാണ്. ഒരു വർക്ക്ഷോപ്പിൽ എന്ത് നിർമ്മിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. ഇടതു സർക്കാർ എന്നത് അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്. വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പൊതുസേവനങ്ങൾ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ പരാജയവുമായി പൊരുത്തപ്പെടാൻ നമ്മൾ ആളുകളോട് ആവശ്യപ്പെടുകയാണോ, അതോ ആളുകൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ സിസ്റ്റം ശരിയാക്കുകയാണോ വേണ്ടത്? അതാണ് ഒരു അഡ്മിനിസ്ട്രേഷന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് ഇടതു സർക്കാരുകൾ. അതിനാൽ മറ്റാരുണ്ട്? LDF അല്ലാതെ ഇടതുപക്ഷം തുടരണം.